ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഗോവ ട്രിപ്പിന്റെ വിശേഷങ്ങളിലേക്കാണ്. അപ്പം അധികം സംസാരിക്കുന്നില്ല, നമുക്ക് ആ യാത്രയിലേക്കൊന്ന് തിരിച്ചു പോകാം. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല, ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ആസ്വദിച്ച് കാണും. ഇതിന്റെ ക്ലൈമാക്സിൽ ഞാൻ എന്താണെന്ന് ഗോവ എന്ന് ശരിക്കും പറഞ്ഞുതരാം. കുറെ ഫ്രണ്ട്സിന്റെ തള്ളു കേട്ട് പോയതാണ് ഞാൻ ഗോവയിൽ. പക്ഷെ ഒരു മണ്ണാങ്കട്ടയും ഗോവയിലില്ല, വെറും തള്ളു മാത്രമേ ഉള്ളൂ ഗോവ. 5 പൈസക്ക് ഇല്ലാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഗോവ തോന്നിയത്. ആകെ ഉള്ള ഒരേ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മദ്യത്തിന് വില കുറവ്. വേറെ ഒരു മാങ്ങാത്തൊലിയും ഗോവയിലില്ല. വെറും സ്കാം മാത്രം നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഗോവ ഫീൽ ചെയ്തത്. എക്സ്പെഷ്യലി നോർത്ത് ഗോവ. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ വേസ്റ്റ് പ്ലേസ് ആണ് നോർത്ത് ഗോവ. അവിടുത്തെ എന്താ പറയാ, ബാഗ ബീച്ച് സൈഡ് 5 പൈസക്ക് ഇല്ലാത്ത സ്ഥലമാണ്. അതേപോലെ ബാഗ ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് ടിറ്റോസ് റോഡ് വരുന്നത്. ടിറ്റോസ് ലൈൻ എന്നൊക്കെ പറഞ്ഞത് 5 പൈസക്കില്ല, സ്കാം മാത്രം, വെറും സ്കാം. മാന്യമായിട്ട് നടത്തിയാൽ പോലും അവിടെ വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ സ്കാം ആയിട്ട് നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഗോവ തോന്നിയത്. 5 പൈസക്ക് ഇല്ലാത്തൊരു സ്ഥലമാണ്. ഒരു എക്സ്പെക്ടേഷനും വേണ്ട, പോകുമ്പോൾ വെറുതെ പോവുക, എൻജോയ്. അതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ബീച്ച് സൈഡ് ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അവിടെ പോവാം. ഗോവ എന്ന് വെറും ഒരു ഷോ ഓഫ് സ്ഥലം മാത്രം, അല്ലാണ്ട് വേറൊരു തൊലിയും ഇല്ലാത്തൊരു
ഒരു വൃത്തികെട്ടൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഗോവ ഫീൽ ചെയ്തത്. വെറും സ്കാം നടക്കുന്ന സ്ഥലം. പിന്നെ ആൾക്കാരെ പിഴിയുക, എന്ത് കാര്യത്തിൽ ആൾക്കാരെ പിഴിയാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ട്. മദ്യത്തിന് വില കുറവെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. മദ്യം കഴിച്ച് നിങ്ങൾ വണ്ടി എടുത്ത് എവിടെ പോയി കഴിഞ്ഞാലും മുക്കിന് പോലീസാണ്, പൊക്കും, ഫൈൻ ഇടും, 500, 1000 ഒക്കെ, 2000 വരെ ഇടാം. സോ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആകെ കുറച്ച് ബെറ്റർ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നമ്മുടെ സൗത്ത്. ഓക്കെ, കുറച്ച് ഓക്കെ ആണ്. പിന്നെ ഒരു 2-3 ബീച്ച് സൈഡും. അല്ലാതെ നിങ്ങളുടെ ഒരു കാലത്തും ബാഗ ബീച്ച് സൈഡ്, നോർത്ത് ഗോവ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകരുത്. പീസ്ഫുൾ ആയിട്ടിരിക്കണമെങ്കിൽ അറംബോ ബീച്ചോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോവുക. അല്ലാതെ ഗോവയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വൺ ഓഫ് ദി വേസ്റ്റ് പ്ലേസ് ആണ്. നോർത്ത് ഗോവക്ക് ഞാൻ കൊടുക്കുന്നത് 100-ൽ 5 മാർക്ക്. സൗത്ത് ഗോവ ആണെങ്കിൽ 100-ൽ 55 മാർക്ക് കൊടുക്കാം. അല്ലാതെ 5 പൈസക്കില്ല ഗോവ. ഞാൻ അവിടെ ഒരു 6 ദിവസം ട്രിപ്പിന് പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഗോവ എടുത്തു, ഞാൻ തിരിച്ചു വന്നു. നിങ്ങൾ ആരെങ്കിലും ഗോവക്ക് പോകുന്നെങ്കിൽ ഒരുപാട് എക്സ്പെക്ടേഷനുമായിട്ട് പോകാൻ നിൽക്കേണ്ട. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു തേങ്ങയും ഇല്ല അവിടെ. ജസ്റ്റ് ഒരു ബീച്ച് സൈഡ്, മദ്യം കിട്ടും, മദ്യം അടിക്കുക, കുറെ തൊട്ടി പബ്ബുകളുണ്ട്. പോവുക, വരിക, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സുമായിട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം അടിച്ച് നടക്കാം. അല്ലാതെ പെണ്ണ് പിടിക്കുക, മസാജ് ചെയ്യുക എന്നൊന്നും പറഞ്ഞിട്ട് ഗോവയിലേക്ക് പോകണ്ട. വെറും സ്കാമാണ്. ഇത്രേ എനിക്ക് ഗോവയെ കുറിച്ച് പറയാനുള്ളൂ. നിങ്ങളിനി പോയി എൻജോയ് ചെയ്യൂ. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ മൈ ചാനൽ. ബൈ ബൈ.